ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഗമനകാലത്തിലെ മൂന്നാം ഞായർ. 4 ഞായറാഴ്ചകൾ ഉള്ള ആഗമനകാലത്തിലെ മൂന്നാം ഞായർ എന്ന് പറയുമ്പോൾ ആദ്യ പകുതി കഴിഞ്ഞു, രണ്ടാം പകുതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എന്നുള്ളതാണ്. ഈ ഞായറാഴ്ചയെ വിളിക്കുന്നത് ഗൗദേത്തെ സൺഡേ എന്നാണ്. ഗൗദേത്തെ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാമെന്നാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ആഗമനകാല റീത്തിലെ ഓരോ തിരിയും കത്തിക്കുമ്പോൾ, ഒന്നാമത്തെ തിരി കത്തിച്ചപ്പോൾ പ്രത്യാശയുടെ തിരി, കഴിഞ്ഞ ആഴ്ച നമ്മൾ കത്തിച്ചത് സമാധാനത്തിൻ്റെ തിരി, ഇന്ന് നമ്മൾ കത്തിക്കുന്നത് സന്തോഷത്തിൻ്റെ തിരി. വരുന്ന ഞായറാഴ്ച നമ്മൾ കത്തിക്കാൻ പോകുന്നത് സ്നേഹത്തിൻ്റെ തിരി, ക്രിസ്മസിന് നമ്മൾ കത്തിക്കാൻ പോകുന്നത് ജീവൻ്റെ തിരി. പ്രിയപ്പെട്ടവരെ, അപ്പോഴേ നമ്മൾ ഇന്നത്തെ ആ തിരി, അത് റോസ് നിറത്തിലുള്ള തിരിയാണ്. വൈദികൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളും റോസ് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ്. അത് സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. നമ്മൾ ഈ തപശ്ചര്യയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കർത്താവ് തരുന്ന സന്തോഷം മറന്നു പോകരുത് എന്നാണ് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിലെ തപശ്ചര്യ എന്നതിനേക്കാളും ഒരു വിധത്തിൽ പ്രധാനം കർത്താവ് കടന്നു വരുന്നു എന്നുള്ളതാണ്. കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യപ്പെടുകയാണ്. കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ആഹ്വാനം ചെയ്യപ്പെടുകയാണ്. ഇന്ന് പ്രവേശന പ്രകടിതമായിട്ട് പറയുന്ന വാക്യം ഫിലിപ്പിയാക്കാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യമാണ്. ഫിലിപ്പിയാക്കാർക്കുള്ള ലേഖനത്തെ പറയുന്നത് സന്തോഷത്തിൻ്റെ സുവിശേഷമെന്നാണ്. ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഫിലിപ്പിയാക്കാർക്ക് എഴുതിയ ലേഖനം. എന്നാൽ അതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ, കാരണം കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പീഡകളും വിഷമതകളും വന്നാലും അതിൻ്റെ ഇടയിൽ കർത്താവ് തരുന്ന സന്തോഷം മറന്നു പോകില്ലേ എന്നുള്ള ആഹ്വാനമാണ്. ആ വാക്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഞായറാഴ്ച ഗൗദേത്തെ സൺഡേ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, തൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഈശോ, തൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ആ ഈശോയെ തിരിച്ചറിഞ്ഞ് സന്തോഷത്താൽ കുതിച്ചു ചാടിയ സ്നാപക യോഹന്നാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടുമുട്ടുക. നമ്മൾ ഇപ്പോൾ സന്തോഷത്തിൻ്റെ സന്ദേശമാണ്. ഒരു ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കുന്നവനാണ്, ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവനാണ്. ഈ സന്തോഷം എന്നുള്ള പദമല്ലേ പ്രിയപ്പെട്ടവരെ, അതിന് ഇംഗ്ലീഷിലെ 2 പദങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് ഹാപ്പിനെസ്, 2 ജോയ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഹാപ്പനിങ്സിലൂടെ വരുന്ന സന്തോഷമാണ്. അത് വരും പോകും. ഒരു വിജയം വരുമ്പോഴേക്കും സന്തോഷം, പരാജയം വരുമ്പോൾ ദുഃഖം. ഇപ്പോൾ ഹാപ്പിനെസ് നിലനിൽക്കുന്ന സന്തോഷമല്ല, അത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ഭൗതിക സന്തോഷത്തെയാണ് ഹാപ്പിനെസ് എന്ന് പറയുക. ഹാപ്പനിങ്സിലൂടെ വരുന്ന ഹാപ്പിനെസ്. നേരെ മറിച്ച് യഥാർത്ഥ സന്തോഷമോ ഈശോ തരുന്ന സന്തോഷമോ ജോയ്. ജോയ് എന്ന് പറയുമ്പോൾ ഒരു വിധത്തിൽ ഒരു അക്രോനിം പോലെ അതെടുത്താൽ അതിൽ ഓരോ അക്ഷരത്തിലും തുടങ്ങുന്ന ഓരോ വാക്കുണ്ട്. ജെ എന്ന് പറഞ്ഞാൽ ജീസസ്, ഒ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, വൈ എന്ന് പറഞ്ഞാൽ നീ. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുമ്പോഴാണ് യഥാർത്ഥമായ സന്തോഷം. ഏറ്റവും പ്രധാനമായും ഈശോ, അത് കഴിഞ്ഞ് മറ്റുള്ളവർ, അത് കഴിഞ്ഞ് നമ്മൾ. ആ രീതിയിലുള്ള ഒരു ക്രമീകരണത്തിൽ നമ്മൾ ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ സന്തോഷമുള്ളത്, ജോയ് ഉള്ളത്. അപ്പം ആ ജോയിയാണ് പ്രിയപ്പെട്ടവരെ ഈശോ നമുക്ക് തരിക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഈശോ പറയും, ഇതൊക്കെ ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത് എന്നറിയാവോ? എൻ്റെ സന്തോഷം നിങ്ങളിൽ നിറയണം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം, അതിനു വേണ്ടിയാണ്. ഈശോ ജനിച്ചപ്പോഴും മാലാഖമാരെന്താ പറയുന്നത്? ഇതാ സർവ്വജനത്തിന് സന്തോഷമേകുന്ന സദ്വാർത്ത. അപ്പോൾ ഈശോയെ അനുഭവിക്കുന്നവന് ഒരിക്കലും നിലയ്ക്കാത്ത യഥാർത്ഥമായ സന്തോഷമുണ്ടാകും എന്ന് ഇന്നത്തെ വായനകൾ നമ്മളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുക. ഇന്നത്തെ വായനകളിലേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ എടുത്തു കളയുന്ന 4 കാര്യങ്ങൾ.
അതേപോലെ നമ്മുടെ ജീവിതത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന 4 കാര്യങ്ങൾ അതാണ് നമ്മൾ പ്രത്യേകിച്ച് കാണുക. ഇന്നത്തെ ഒന്നാമത്തെ വായന യെശയ്യാ പ്രവചന പുസ്തകം 35-ാമത്തെ അധ്യായത്തിൽ നിന്ന്. ഒരു വിധത്തിൽ ഇസ്രയേൽക്കാർ പ്രവാസം കഴിഞ്ഞ് തിരിച്ച് ജെറുസലേമിലെത്തി ആനന്ദിക്കുന്നതിനെക്കുറിച്ച് ഒരു വിധത്തിൽ അവിടെ പ്രവചനം. അവിടെ പറയുന്നത് മരുഭൂമി പോലും സന്തോഷിക്കുമെന്ന, പ്രപഞ്ചം പോലും സന്തോഷത്താൽ നിറയുമെന്ന് അവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ എടുത്തു കളയുന്ന 4 കാര്യങ്ങൾ നോക്കുമ്പോൾ ഒന്നാമത്തെ വായന നമ്മളോട് പറയുന്നത് എന്താ? നിൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ വരുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ നദികൾ വറ്റിപ്പോകുന്നുവെന്ന് തോന്നുമ്പോൾ, പ്രപഞ്ചം ഒരു രൂപത്തിൽ മരുഭൂമിയായി മാറുന്നു എന്ന് തോന്നുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ ഇല്ലായ്മയും വിഷമതകളും എല്ലാം കടന്നു വരുമ്പോൾ, നിൻ്റെ കൈകൾ ദുർബലമാകുമ്പോൾ, നിൻ്റെ കാലുകൾ ദുർബലമായി മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം ഒരു വിധത്തിൽ നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയുന്ന ജീവിത അനുഭവങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വിഷമതകൾ കടന്നു വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ അത് നമ്മുടെ സന്തോഷത്തെ എടുത്തു മാറ്റുമെന്ന് ഒന്നാമത്തെ വായന പ്രത്യേകിച്ച് നമ്മളോട് പറയുക. നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയുന്ന രണ്ടാമത്തെ കാര്യം സുവിശേഷം പറയാണ്. സുവിശേഷത്തിൽ എന്താ പറയുന്നറിയാവോ? അവിടെ പറയുന്നത് ഈ സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് പ്രസംഗിച്ചത് എന്താ? അദ്ദേഹം പ്രസംഗിച്ചത്, അവൻ വരും, അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്, പതിരുകളെല്ലാം തീയിലേക്ക് വലിച്ചെറിയും, കോടാലി കയ്യിലുണ്ട്, ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ആ രീതിയിൽ ഒരു വിധത്തിൽ ക്രൂരനായ അല്ലെങ്കിൽ വിദ്യാളനായ ഒരു കർത്താവിനെയാണ് അവിടെ സ്നാപക യോഹന്നാൻ വിളംബരം ചെയ്തത്. എന്നാൽ അപ്പം ഈശോയെ നമുക്കറിയാം, തൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ കർത്താവിനെ തിരിച്ചറിഞ്ഞ ആളാണ്. അതേപോലെ ജ്ഞാനസ്നാനത്തിൽ കർത്താവിനെ തിരിച്ചറിഞ്ഞ ആളാണ്. ഈശോ കടന്നു വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ്. എന്നാൽ ഇപ്പോഴോ എന്തു പറ്റി? ഈ യോഹന്നാൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുക. കാരാഗൃഹത്തിൽ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഈശോയെക്കുറിച്ചുള്ള സംശയം തോന്നുക. ഒരു വിധത്തിൽ ഈശോയെക്കുറിച്ചുള്ള വിശ്വാസത്താൽ മറ്റുള്ളവരെ നിറയ്ക്കാൻ ശ്രദ്ധിച്ച ആൾ തൻ്റെ ജീവിതത്തിൽ ഒരു ഏകാന്തത വരുമ്പോൾ എല്ലാവരും തന്നെ കൈവിട്ടു എന്ന് തോന്നുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ ഒറ്റയ്ക്കിരുന്ന് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് അയച്ചുകൊണ്ട് ചോദിക്കുക, നീ തന്നെയാണോ വരുവാനിരിക്കുന്നവൻ? സ്നാപക യോഹന്നാൻ്റെ പ്രതീക്ഷ, ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കാര്യങ്ങൾ സംഭവിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നിയത്. ഞാൻ പറഞ്ഞവനായിട്ടല്ലല്ലോ, ഇതാ കാരുണ്യവാനായിട്ട് അവൻ വന്നിരിക്കുക, സുഖപ്പെടുത്തുന്നവനായിട്ട് അവൻ വന്നിരിക്കുക. അവനാണോ യഥാർത്ഥ മിശിഹ? ഞാൻ പറഞ്ഞ ആൾ തന്നെയാണോ? അതേപോലെ തന്നെ മറ്റുള്ളവരെ വിമോചിപ്പിക്കുന്നവനായി ഈശോയെ അവതരിപ്പിച്ചു സ്നാപക യോഹന്നാൻ. പക്ഷേ ഇവിടെയോ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു, എന്നിട്ട് അവനെ വിമോചിപ്പിക്കുവാനായിട്ട് കർത്താവ് ഇടപെടുന്നില്ലോ എന്നോർത്താണ് ഒരു വിധത്തിലൊരു സംശയം. നമുക്ക് ചിലപ്പോഴും ഒത്തിരി മദർ തെരേസയ്ക്കൊക്കെ ഉണ്ടല്ലോ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതായത് ദൈവം ശരിക്കും ഉണ്ടോ? ദൈവം എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ഈ ചെയ്യുന്നതിനൊക്കെ യഥാർത്ഥ അർത്ഥമുണ്ടോ എന്നെല്ലാം ചിന്തിക്കുന്ന ഒരവസ്ഥ അത് വിശുദ്ധൻ്റെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. സ്നാപക യോഹന്നാൻ്റെയും ജീവിതത്തിൽ അത് വന്നു. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഈശോയുടെ അടുത്തേക്ക് ശിഷ്യന്മാരെ അയച്ചിട്ട് വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ എന്ന് ചോദിക്കുന്നത്. അതുമാകാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് എൻ്റെ ഒരു വിധത്തിൽ ജീവിതം പൂർത്തിയാകുക, എൻ്റെ ശിഷ്യന്മാർ ഒരു വിധത്തിൽ കർത്താവിൻ്റെ പക്കലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിക്കാൻ വേണ്ടിയാകാം ചിലപ്പോൾ ഈശോയുടെ പക്കലേക്ക് ശിഷ്യന്മാരെ സ്നാപക യോഹന്നാൻ അയച്ചത്. എങ്ങനെയായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയുന്ന രണ്ടാമത്തെ കാര്യം നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ ഉള്ള ആ അവസ്ഥയാണ്. നമുക്ക് സംശയം വരുന്ന ഒരവസ്ഥയാണ്. ദൈവം തന്നെ ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നുണ്ടോ? എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ആ സംശയങ്ങൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോൾ നിരാശയ്ക്ക് അടിപ്പെട്ടേക്കാം. ചിലപ്പോൾ അവിടെ ഡിപ്രഷനിലേക്ക് നമ്മൾ വീണുപോയേക്കാം. അത് നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയുക. മൂന്നാമത്തെ ഒരു കാര്യം, രണ്ടാമത്തെ വായനയിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കൃഷിക്കാരൻ ഇങ്ങനെ കാത്തിരിക്കുക 2 മഴയ്ക്ക് വേണ്ടി, ആദ്യത്തെ മഴ, അവസാനത്തെ മഴ. അപ്പം അതായത് വിതയ്ക്കൽ താൻ ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് കാത്തിരിക്കുന്നത് പോലെയാണ്. വിത്തിട്ടിട്ട് ഉടനെ ഫലമുണ്ടോ എന്ന് നോക്കരുതല്ലോ.
ചിലർ ആ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് അവരുടെ സന്തോഷം കെട്ടുപോകുന്നത്. വിത്ത് വിതച്ചിട്ട് ഉടനെ അതിനകത്ത് കായുണ്ടോ ഫലമുണ്ടോ എന്ന് നോക്കുവല്ല, നമ്മളതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണം. അത് തക്കതായ സമയത്ത് ദൈവം പ്രവർത്തിച്ചോളും, തക്കതായ രീതിയിൽ ദൈവം പ്രവർത്തിച്ചോളും എന്ന് വിശ്വസിക്കുന്നതിന് പകരം ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉടൻ ദൈവം ഇടപെട്ട് എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇടപെടുന്നില്ല എങ്കിൽ ദൈവമില്ല എന്ന് പോലും പറയുന്ന ആൾക്കാരുണ്ട് പ്രിയപ്പെട്ടവരെ. നാലാമത്തെ ഒരു കാര്യം എന്താണെന്നറിയാവോ? ഒരു ഒറ്റപ്പെടലിൻ്റെ കാര്യം. എൻ്റെ കാര്യത്തിൽ ഞാൻ മാത്രമേ ഉള്ളല്ലോ, വേറെ ആരുമില്ലല്ലോ എന്നുള്ള ചിന്ത. സ്നാപയോഹന്നാന് ആ ജയിലിലായിരിക്കുമ്പോൾ വന്ന ചിന്തയതാ. എന്തുയേറെ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വന്നതാ, ഞാൻ എല്ലാവർക്കും ദൈവത്തിൻ്റെ വചനം പകർന്നു കൊടുത്തതല്ലേ, പക്ഷേ ഇപ്പോഴോ ഞാനിതാ ഈ ജയിലിൽ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്, ആരും എന്നെ കരുതുന്നില്ലല്ലോ എന്നുള്ള ചിന്ത. ഒരു വിധത്തിൽ ആരെയും കണ്ടുമുട്ടാൻ പോലും താല്പര്യമില്ലാത്തൊരു ചിന്ത, ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. താൻ സഭയിലെ അംഗമാണ്, കുടുംബത്തിലെ അംഗമാണ് എന്ന യാഥാർത്ഥ്യത്തെ മറന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയുന്ന ഒരവസ്ഥയാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ സന്തോഷത്തെ എടുത്തു മാറ്റും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയും. നമ്മുടെ പ്രതീക്ഷിക്കുന്ന സമയത്ത് കാര്യം നടന്നില്ല എങ്കിൽ അത് നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയും. അതേപോലെ ഒറ്റപ്പെടൽ വരുമ്പോഴും നമ്മുടെ സന്തോഷം മങ്ങിപ്പോകും പ്രിയപ്പെട്ടവരെ. നേരെ മറിച്ച് ഈ വായനകൾ ഓരോന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് സന്തോഷമുണ്ട്. യഥാർത്ഥ സന്തോഷത്തിൻ്റെ വഴിയാണ് ഈ ഓരോ വായനകളും നമുക്ക് വെളിപ്പെടുത്തുന്നത്. ഒന്നാമത്തെ വായനയിൽ പറയാണ്, ദൈവം ഇടപെടും നിൻ്റെ ജീവിതത്തിൽ. ദൈവം തീർച്ചയായും ഇടപെടും. നിൻ്റെ മരുഭൂമിയെ നല്ല തോട്ടമാക്കി മാറ്റും. നദികൾ സമൃദ്ധമായി വെള്ളം കൊണ്ട് നിറയും. നിൻ്റെ ജീവിതത്തിൽ നീ നല്ലൊരു തോട്ടത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമെന്ന് പറയുക. അതുപോലെ അന്തിര് കാണുന്ന, ചെകിടർ കേൾക്കുന്ന, മുടന്തർ നടക്കുന്ന, മരിച്ചവർ ഉയിർക്കുന്ന, പാപങ്ങളോട് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന ഒരവസ്ഥ, അതിനെക്കുറിച്ചുള്ള വലിയ പ്രവചനമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ വായിച്ചു കേട്ടത്. അതേ അനുഭവം തന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. ഇന്നത്തെ സങ്കീർത്തനം 146 സങ്കീർത്തനം എടുത്തു പറയുക. ദൈവം ഇടപെടുക. ഇതാ ദൈവം അടുത്തെത്തിയിരിക്കുന്നു, അതുകൊണ്ട് നീ സന്തോഷിക്കുക എന്ന. നീ ദുഃഖത്തിൽ ആണ്ടുപോകരുത്. നിൻ്റെ ദുഃഖത്തെ വിട്ട് നീ അകന്ന് നീ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരിക. കാരണം ഇതാ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഒന്നാമത്തെ വായന തരുന്നത്. അതേപോലെ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നത് ദൈവത്തിന് അവിടുത്തേതായ രീതിയുണ്ട്. നീ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ ജയിലിൽ ഇരിക്കുമ്പോൾ പുറത്ത് നടക്കുന്നത് നീ അറിയുന്നില്ലല്ലോ. ശിഷ്യന്മാരോട് കർത്താവ് പറയുക, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി അദ്ദേഹത്തെ അറിയിക്കുക. കാരണം ഈ മിശിഹ വരുന്നത് ഒരു മനുഷ്യരുടെ പ്രതീക്ഷകളിൽ ഒതുങ്ങാനല്ല, ദൈവത്തിൻ്റെ പ്രവചനങ്ങളെ സാക്ഷാത്കരിക്കാനാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ സാക്ഷാത്കരിക്കാനാണ്. അതാണല്ലോ നടക്കുക. ഒന്നാമത്തെ വായനയിൽ പ്രവാചകൻ എന്തിനെക്കുറിച്ച് പ്രവചിച്ചോ അത് ഈശോയിലൂടെ നടക്കുന്ന കാര്യം അത് കണ്ട് അത് പോയി യോഹന്നാനോട് പറയാനായിട്ട് പറയുകയാണ്. അതേപോലെ യോഹന്നാൻ്റെ മഹത്വവും കർത്താവ് പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ അവനേക്കാളും വലിയവനില്ല എന്ന് പറഞ്ഞ് സ്നാപയോഹന്നാനെ പ്രത്യേകമായിട്ട് അംഗീകരിക്കുന്ന ഈശോയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ രണ്ടാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ അവിടെ സന്തോഷത്തിൻ്റെ വേറെ ഒരു വഴി പ്രത്യേകമായിട്ട് പറയുകയാണ്. അതായത് ഈ കർഷകൻ ഇങ്ങനെ കാത്തിരിക്കുമല്ലോ, ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ നിങ്ങളും ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ തക്കതായ സമയത്ത് തക്കതായ രീതിയിൽ ദൈവം പ്രവർത്തിക്കും എന്ന് പറയുകയാണ്. ഇതാ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു. നിങ്ങളതുകൊണ്ട് സന്തോഷിക്കുവിൻ എന്നുള്ള സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നത്തെ വായനകൾ തരിക. അതേപോലെ തന്നെ സ്നാപയോഹന്നാൻ്റെ കാര്യത്തിലും ഈശോ ശ്രദ്ധാലുവാണ് എന്ന് ഇന്നത്തെ സുവിശേഷം പ്രത്യേകിച്ച് പ്രഘോഷിക്കുക. സ്നാപയോഹന്നാൻ്റെ മഹത്വം കാണാനും അത് എടുത്തു പറയുവാനും ശ്രദ്ധിക്കുന്ന ഈശോനാഥൻ. ആ സ്നാപയോഹന്നാൻ തന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യം നന്നായി നിറവേറ്റി എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്ന ഈശോനാഥൻ. പ്രിയപ്പെട്ടവരെ, നമ്മളാരും ഒറ്റയ്ക്കല്ല. നമ്മുടെ കാര്യത്തിൽ മറ്റുള്ളവർ ശ്രദ്ധാലുക്കളാണ് എന്ന് നാം ബോധപ്പെടണം.
നമ്മൾ ഒറ്റതിരിഞ്ഞ് മാറി നിൽക്കേണ്ടവരല്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനും നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഗൗദത്തെ സൺഡേ കൊണ്ടാടപ്പെടുകയാണ്. ഇതാ ഈശോ അടുത്തെത്തിയിരിക്കുന്നു. സന്തോഷത്തിൻ്റെ അവതാരമായി ഇതാ ഈശോ കടന്നു വരുന്നു എന്നുള്ള സന്ദേശമാണ് ഇന്നത്തെ വായനകൾ നമുക്ക് തരുന്നത്. അതിൻ്റെ ഇടയിൽ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്താണെന്ന് അറിയാവോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷത്തിൻ്റെ പ്രവാചകരായി മാറണം, സന്തോഷത്തിൻ്റെ പ്രഘോഷകരായി മാറണം, സന്തോഷം പകരുന്നവരായി മാറണം. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം പോയ ആൾക്കാരുണ്ട്, സന്തോഷം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈശോയുടെ പ്രതീകങ്ങളായിട്ട്, ഈശോയുടെ സാക്ഷികളായി സന്തോഷം പകരുന്നവരായി കടന്നു വരുവാൻ സാധിക്കണം. ഒരു വിധത്തിൽ നമ്മൾ ഈ ആഗമനകാലത്തിലൂടെ മുന്നേറുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നാം നമ്മെ തന്നെ ഒരുക്കുമ്പോൾ, നമുക്ക് സന്തോഷത്തിൻ്റെ പ്രവാചകരായി, സന്തോഷത്തിൻ്റെ ഉപകരണങ്ങളായി മാറാം. നമ്മളെ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും ഈശോയുടെ സന്തോഷം അനുഭവിക്കട്ടെ. നമ്മളെ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും കർത്താവിൻ്റെ കൃപയാൽ നിറഞ്ഞ് ദുഃഖത്തെ അകറ്റി യഥാർത്ഥമായ ആനന്ദം അനുഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ക്രമീകരണം നമുക്ക് വരുത്താം. നമ്മൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളിലല്ല യഥാർത്ഥമായ സന്തോഷം തേടേണ്ടത്. പിന്നെയോ ഈശോ നമ്മുടെ ജീവിതത്തിലൊന്ന് നല്ലൊരു ക്രമീകരണം വരുത്തിക്കൊണ്ട്, ഈശോ ഏറ്റവും പ്രധാനം, അത് കഴിഞ്ഞ് മറ്റുള്ളവർ, അത് കഴിഞ്ഞ് നമ്മൾ എന്നുള്ള ആ ഒരു മനോഭാവത്തോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കുവാൻ തയ്യാറാകാം. അവിടെ കർത്താവിൻ്റെ സന്തോഷത്താൽ നമുക്ക് നിറയാൻ സാധിക്കും. സന്തോഷം പകരുന്നവരായി നമുക്ക് ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുവാൻ സാധിക്കും. ദൈവം തൻ്റെ സന്തോഷം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. പ്രപഞ്ചം പോലും സന്തോഷിക്കുന്ന, സമൂഹം സന്തോഷിക്കുന്ന, കുടുംബം സന്തോഷിക്കുന്ന, ഓരോ വ്യക്തിയും സന്തോഷത്താൽ നിറയുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരട്ടെ. അങ്ങനെ ഈശോയുടെ വരവിന് വേണ്ടി നമുക്കൊരുക്കാം. സർവ്വജനത്തിനും സന്തോഷമേകുന്ന സദ്വാർത്തയായി കടന്നു വന്ന ഈശോ നമ്മിലൂടെ ഈ ലോകത്തിൽ അവതരിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് വന്ന് ജീവിക്കട്ടെ, ജനിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് വാഴട്ടെ. എല്ലാവർക്കും ഈ സുദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. കർത്താവ് തൻ്റെ സന്തോഷം കൊണ്ട്, ഒരിക്കലും ആർക്കും എടുത്തു കളയാൻ സാധിക്കാത്ത സന്തോഷം കൊണ്ട്, അത് യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആ സന്തോഷം കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.